കിട്ടി. ഇനിയിപ്പം എന്താ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫോർട്ടാണുള്ളത്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താന്നുള്ളത്. പാസ് വേണോ ടിക്കറ്റ് വേണോ എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്കേ അങ്ങോട്ട് ഇറങ്ങി പോയി നോക്കാം. ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങോട്ട്. നമ്മളെ അപ്പോൾ അവിടെ കയറി കേട്ടോ സൂററ്റ് കാസിൽ. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മൾ ഒത്തിരി ഉണ്ട്. നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ല രസം. ഒരുപാട് നമ്മുടെ ആർക്കിടെക്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ നമുക്ക് കാണാനുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ച ഒന്നും വലുതായിട്ട് കാണില്ല, ജസ്റ്റ് ഫോർട്ടല്ലേ, കയറി പോരാ. അപ്പം 500 രൂപ കേട്ടോ ഒരു ക്യാമറ കയറ്റാൻ വേണ്ടിയിട്ട്, 500 രൂപ. അപ്പം നമ്മൾ ഓർത്ത് അത്രയും അതിൻ്റെ അകത്ത് കാണാനില്ലായിരിക്കും എന്ന് ഓർത്തിട്ടാണ് നമ്മൾ എടുക്കാതെ പോയത്. പക്ഷേ അതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേനും ഒരുപാടുണ്ടായിരുന്നു കാണാം. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോണിൽ കുറെ ഷൂട്ട് ചെയ്തു, വീഡിയോസ് ഒക്കെ എടുത്ത്. അപ്പൊ നമുക്ക് പറ്റുവാണെങ്കിൽ ഞങ്ങൾ അതും കൂടെ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാം. 100 രൂപ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ്. പക്ഷെ 100 രൂപയ്ക്ക് വർത്താ. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് കാണാൻ. അപ്പൊ നമ്മളെ അകത്ത് കയറി കേട്ടോ. ഇവിടെ ഗോപ്രോ ഒന്നും കയറ്റാൻ പറ്റത്തില്ല. 500 രൂപ കേട്ടോ എന്തേലും കയറ്റണമെങ്കിൽ, ക്യാമറകൾ എന്ത് കയറ്റണമെങ്കിലും എടുക്കാം, പ്രശ്നമില്ല. പക്ഷെ 500 രൂപയാണ്. 500 രൂപയൊക്കെ കൊടുത്ത് കയറ്റുന്ന ഇത്രയും പൈസയൊന്നും നമ്മുടെ കയ്യിൽ എല്ലായിടത്തും 500 രൂപ കൊടുത്ത് കയറ്റാം. അതുകൊണ്ട് ഞങ്ങളത് ഫോണിൽ ഷൂട്ട് ചെയ്തെടുത്താണ്. നിസ്സാര പൈസയുണ്ട്, 25 രൂപ. അതൊക്കെ ഇതിനേക്കാൾ കാണാനുണ്ട്. ഭംഗിയില്ലെന്നല്ല, അതിന് മാത്രമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ മാപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഇംഗ്ലീഷിലും അതുപോലെ ഗുജറാത്തി ലാംഗ്വേജിലും എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്കിവിടെ പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന ചെയേഴ്സൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പണ്ട് യൂസ് ചെയ്തിരുന്ന ആയുധങ്ങൾ, അതുപോലെ ഓരോരോ ഉപകരണങ്ങൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ അവർ യുദ്ധത്തിന് യൂസ് ചെയ്തിരുന്ന ആയുധങ്ങൾ, പിന്നെ ഓരോ ഡ്രസ്സുകൾ, നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളില്ലേ പല ടൈപ്പ്, അങ്ങനത്തെ ഡ്രസ്സുകൾ എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ചെയർ, ടേബിള്, പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന, ചായ കുടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കപ്പ്, ജഗ്, അങ്ങനെ പല ഐറ്റംസ് ഇവിടെ അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കണ്ടത് ഇവിടുത്തെ കോർട്ടാണ് കേട്ടോ. ഇതാണ് കോർട്ട്. അതുപോലെ ഒരു കഫേ പോലത്തെ ഒരു ഏരിയ കണ്ടോ, അവിടെ ഈ ചെയറും ടേബിളൊക്കെ ഇട്ടിരിക്കുന്നത്. നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ചെയർ പൊക്കാൻ വേണ്ടിയിട്ട് തന്നെ. നല്ല വർക്കൊക്കെ ചെയ്ത് വളരെ ഭംഗിയുള്ളൊരു ടേബിളും ചെയറും ആയിരുന്നു. നമുക്ക് കണ്ടാൽ തന്നെ ഭയങ്കര ഭംഗി തോന്നിക്കും. നമുക്ക് ഒരു കൈ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വെയിറ്റ് ആണ്. സൂററ്റ് കാസിൽ ശരിക്കും റിനോവേഷൻ കഴിഞ്ഞിട്ട് 2016 ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത് കേട്ടോ. പണ്ട് കാലത്ത് ഇത് ഇവർ കൺസ്ട്രക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർച്ചുഗീസ് വാറിൽ നിന്നും നമ്മളുടെ നഗരത്തെ രക്ഷിക്കുക എന്നുള്ളൊരു ഇതിൽ വേണ്ടിയിട്ടാണ് ഇവരിത് കൺസ്ട്രക്ട് ചെയ്തത്. ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കല്ല്, വലിയ സ്റ്റോൺ ബ്ലോക്സ്, നമ്മുടെ ലെഡും അതുപോലെ അയൺ ക്ലാംപ്സും കൊണ്ടിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്നാൽ നമുക്ക് താബി റിവറാണ്. പിന്നെ ഇവിടെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന പ്രിന്റിംഗ് ബ്ലോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ സാരിയിലെ എംബ്രോയ്ഡറി വർക്ക്സ് അതൊക്കെ നമുക്ക് കാണാം. അതുപോലെ പണ്ട് അവർ യൂസ് ചെയ്തിരുന്ന ടൈപ്പ് ബാഗുകൾ, അതുപോലെ പാഴ്സി സ്റ്റൈൽ തൊപ്പികൾ, അങ്ങനെ പണ്ടത്തെ മനുഷ്യർ യൂസ് ചെയ്തിരുന്ന പല ടൈപ്പ് നമുക്കിവിടെ കാണാം. പല ടൈപ്പ് പാഴ്സി സ്റ്റൈൽ ക്യാപ്പ് കാണാം കേട്ടോ, പല വർക്കിൽ അവർ ചെയ്തത്. ഇത് സിൽക്ക് കൊണ്ടുള്ള ഗുജറാത്തി ഡ്രസ്സാ, സിൽക്ക് ജാമു. ഇത് കണ്ടോ, ഗോൾഡ് ആൻഡ് സിൽവർ എംബ്രോയ്ഡറി സാമ്പിള്. ഇത് ഗോൾഡും സിൽവറും കേട്ടോ. ഡിഷസ് ഫ്രം മദർ ഓഫ് പേളി എന്നുള്ള ഡിഷസ് ആയത്. ഇത് നമ്മുടെ മിനിയേച്ചറാണ്, ഡിഫറെൻറ്റ് പ്രൊഫഷൻസ്. ഒന്ന് കൊടയുടെയൊക്കെ, ഒന്ന് മൺപാത്രങ്ങൾ, പിന്നെ നെയ്യുന്നത്, പിന്നെ അമ്പലം പൂജിക്കുന്നത്, പിന്നെ ഷൂസ്, ഇത് നമ്മുടെ കാർപ്പൻട്രി വർക്ക്, ഇതെന്താണ്, ഇത് കൊത്തുപണിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് മറ്റേ ചെണ്ടയും അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് കണ്ടോ, ഇതൊക്കെ റോസ് വാട്ടർ സ്പ്രിംഗ്ലറും പിന്നെ പെർഫ്യൂം കണ്ടെയ്നേഴ്സും കേട്ടോ. ഇത് ജാർ വിത്ത് ലിഡ്, വൈൻ ഗ്ലാസസ് ആയത് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിക്കേ.
ഇത് ഗ്ലാസസ്. ഈ പാത്രമൊക്കെ കണ്ടോ? ഇതൊക്കെ സ്റ്റേഷനറി എന്ന് എഴുതിയേക്കുന്ന കേട്ടോ, എന്താണെന്ന് അറിയില്ല. ഇതൊക്കെ ഷോ പീസസാണ്. Container made from cocoa. उधर से ഇത് വുഡൻ കേർവ്ഡ് കോർണർ സ്റ്റാൻഡാണേ. ഇത് കണ്ടോ, ഇതൊക്കെ എന്ത് ഡെക്കറേഷൻ ആണെന്ന് ഇതിനൊക്കെ. ഇത് രണ്ട് എണ്ണ ഇതിലത്തെ വെച്ചിട്ടുണ്ട്. ഇത് വുഡൻ കേർവ്ഡ് ടർബൻ ഹാങ്ങർ. ടർബൻ തലയിൽ കിട്ടുന്നതാണോ അതിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. റൈറ്റിംഗ് ടേബിളാണ് കേട്ടോ, റൈറ്റിംഗ് ടേബിള്. നമ്മുടെ പല ടൈപ്പ് ഓഫ് സ്റ്റാമ്പുകളാണ് കേട്ടോ. നമ്മുടെ ഇപ്പം നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ പണ്ട് കാലത്തെ പല ടൈപ്പ് ഓഫ് സ്റ്റാമ്പുകൾ, എൻവലപ്പുകൾ അതൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്. ഇതൊക്കെ ബ്രോൺസ് കൊണ്ടുള്ള വിഗ്രഹങ്ങളൊക്കെ കേട്ടോ. ആ ഫോർട്ടിൽ നിന്ന് കണ്ട ആ പാലമാണ് കേട്ടോ ഇത്. നമ്മളവിടെ നിന്നപ്പം മണ്ടയിലൂടെ വണ്ടി പോകുന്ന കണ്ടില്ലേ, ആ പാലമാണ് ഇത് കേട്ടോ. പാലം ആ സൈഡിൽ കൂടെ ആൾക്കാർക്ക് നടന്നു പോകാനുള്ളതാണോ ഇനി പഴയ പാലം അങ്ങനെ വല്ലതും ആണോ എന്നറിയത്തില്ല. അതൊക്കെ ഇത് കേട്ടോ. നമുക്കിനി ഇവിടുന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരെ ഏകദേശം 3.5 മണിക്കൂറുണ്ട്. നമ്മൾ ഒരു 5:30 ആകുമ്പോഴത്തേന് എത്തും കേട്ടോ. അത് കറക്റ്റ് ടൈമാണ്. വെയിലൊന്ന് താഴുമ്പോഴത്തേന് നമ്മളവിടെ എത്തും. അത് കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ ലൈറ്റ് ഷോ ഇവിടെ കാണാനുണ്ട്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. നമ്മൾ ഇന്നലെ രാത്രി കാണിച്ചത്. അപ്പൊ ബസ് കണ്ടോ, ഈ വെയില് മതില് പോലെ വെച്ചിട്ടില്ലേ, അതിന്റെ അപ്പുറത്തൂടെ ആയിരിക്കും ബസ് പോകുന്നത്. പക്ഷേ ഓട്ടോയും സ്കൂട്ടറും ഒക്കെ കണ്ടോ, അതിന്റെ അകത്തൂടെ അവർ കയറ്റിക്കും പോകും. അപ്പം ആ ബസ് അതിലേ പോകുവാണെങ്കിൽ ബസ്സിന് നിർത്താനൊക്കെ സുഖമാ. ഇങ്ങോട്ടേക്ക് ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം ഓട്ടോയൊക്കെ അതിലേക്ക് പോകുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ബസ്സിന് മാത്രമായിട്ടുള്ള വഴിയാണോന്ന് അറിയില്ല. ബസ്സൊക്കെ അതിലാണ് ഇന്നലെ പോയത്. അവിടെ സ്റ്റോപ്പിൽ നിർത്തും, നേരെ ബസ് ആവതി. അത് വളരെ നല്ലതല്ലേ. അപ്പം ബസ്സിൽ പോകുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടോ ഡിലേയോ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ എല്ലായിടത്തും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടെ മിക്ക നമ്മളിങ്ങനെ സൂറത്തിൽ കയറിയപ്പം കൊറേ അങ്ങനെ കണ്ടു. ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നു. കണ്ട സൈഡില് പച്ചക്കറി, സവോള, ഉരുളക്കിഴങ്ങൊക്കെ വിൽക്കാനും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു പാർക്കാന്ന് തോന്നുന്നു ഇതിന്റെ അപ്പുറത്ത്. സീറ്റിന്റെ കുഷൻ അല്ല, സീറ്റിന്റെ കവർ, കുഷൻ വെച്ച കവറുകളും. ഇത് കണ്ടോ, അവിടെ ഒരു ബലൂൺ പോലെ പൊങ്ങി നിൽക്കുന്നത്. അത് ടൊയോട്ടയുടെയാണ് കേട്ടോ. ഇങ്ങനെ അത് സത്യത്തിൽ
പൊക്കത്തില്ല അത്. നല്ല ഹൈറ്റിലാണ്. ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉള്ള വഴിയാ കേട്ടോ. അത്യാവശ്യം ലോറികളൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ആ ലോറികളാണ് ഈ മെയിൻ തിരക്കുണ്ടാക്കുന്നത്. കാരണം എല്ലാ ട്രാക്കിലും ലോറികൾ, പിന്നെ കാറോടൊക്കെ ആകുമ്പോഴത്തേന് തിരക്കാവുന്ന. ഇതെല്ലാം മറ്റേ സിമെന്റ് ബൾക്കറുകളാണ്, സിമെന്റ് കൊണ്ടുപോകുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ജിയോയുടെ പമ്പുണ്ട് കേട്ടോ. ജിയോയുടെ പമ്പ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫെസിലിറ്റീസ് നല്ലതാണ്. ലെഫ്റ്റ് സൈഡിൽ എന്തോ ഒരു വലിയ ഫാക്ടറി ഉണ്ട്, അതിൽ നിന്നാണ് ഈ കറുത്ത പുക പൊക്കോണ്ടിരിക്കുന്നത്. എന്ത് ഫാക്ടറിയാന്ന് ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ, ബോർഡൊന്നും എഴുതിയിട്ടില്ല ഫാക്ടറി. മണ്ടേന്ന് കറുത്ത പുകയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നാട്ടോ ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ. ഇന്ന് നമുക്ക് ഇതുവരെ ടോളൊന്നും വന്നില്ല കേട്ടോ. ഇന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ ടോള് വന്നില്ല. നമ്മളപ്പം മറ്റേ ഫാസ്ടാഗിന്റെ ഇത് ചെയ്തായിരുന്നു, നമ്മളത് പറഞ്ഞല്ലോ. അതെനിക്ക് നല്ല, അത് ആദ്യം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു 2500 രൂപയോളം ടോളായി. പിന്നെ ബാക്കി ഇനിയിപ്പോൾ ചെയ്യാതിരുന്ന 3000-ന് മണ്ടയിൽ പോകും. ഇനി എന്ന് പറഞ്ഞാൽ 6000 രൂപ പുറത്ത് പോകും ടോട്ടൽ. അതുകൊണ്ട് അതങ്ങ് ചെയ്തു. അപ്പൊ ഇത് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടോളാ കേട്ടോ. ഇത് കണ്ടോ, വെൽക്കം ടു നർമ്മദ ബ്രിഡ്ജ് ടോൾ പ്ലാസ. അപ്പം ഇതെനിക്കൊന്ന് നർമ്മദ റിവറിന്റെ അടുത്തായിരിക്കും ഈ ഈ ഒരു സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നർമ്മദ നദി പാലമൊക്കെ വരുന്നത്. നമുക്ക് പോയി നോക്കാം. ലോറിയാ ഫ്രണ്ടിൽ ലോറി, നല്ല ലോറി തിരക്കാ കേട്ടോ. നമുക്ക് അവിടെ നിർത്തിയിട്ട് നോക്കാം. 200 ടോൾ എന്നുള്ള അതിൻ്റെ അകത്ത് വരുമല്ലോ. അന്നേരം അത് കുറഞ്ഞിട്ടുണ്ടോ? ഈ ലോറി തിരക്കൊന്ന് മാറിയിട്ട് ഇവിടുന്ന് ഒന്ന് നിർത്തിയിട്ട് നോക്കാം. നമുക്ക് നമ്മുടെ ഈ രാജ്മാർഗ് യാത്ര ആപ്പിൻ്റെ അകത്ത് നമുക്ക് നോക്കാം ടോള് കുറഞ്ഞിട്ടുണ്ടോ എന്താണെന്നുള്ള. ഇതിപ്പോൾ നെറ്റ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ, അത് ലോഡാവുന്നേ ഉള്ളൂ. എങ്കിൽ നമുക്ക് പിന്നെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് കേട്ടോ നർമ്മദ ബ്രിഡ്ജ്. ഇതിൻ്റെ താഴെ കൂടെ നർമ്മദ നദിയാണ് കേട്ടോ ഒഴുകുന്നേ. റിവർ നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല. ഇതാണ് കണ്ടോ, വലിയൊരു ബ്രിഡ്ജാണ്.
നാഷണൽ ഹൈവേ എന്ന് മാറി സ്റ്റേറ്റ് ഹൈവേയിലായി. ഗുജറാത്ത് സ്റ്റേറ്റ് ഹൈവേ 64 എന്നാണ് കാണിക്കുന്നത്. പക്ഷെ റോഡ് ഭയങ്കര മോശം കേട്ടോ. ഭയങ്കര പൊടിയും കുഴിയും ഒക്കെയാ. റോഡ് പണി നടക്കുക ഇവിടെ കുറെ ഭാഗമൊക്കെ. ഇതാണെങ്കിൽ ഭയങ്കര വലിയ ഹമ്പായി ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഭയങ്കര പൊക്കത്തില്ല. മുന്നേ ആണെങ്കിൽ നമ്മുടെ അടി തട്ടി ചെറുതായിട്ടൊന്ന് പണി നടക്കുക. അതുകൊണ്ട് അവിടുത്തെ വണ്ടി ഇതുവഴിയാ കയറി വരുന്നത്. കൊറേ വഴി ഇപ്പം വന്നത്രയും കുറച്ച് മോശമായിരുന്നു. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. റെഡിയായെന്നാ തോന്നുന്നത്, അറിയത്തില്ല. ഇവിടെ പ്രത്യേകിച്ച് കൃഷിയൊന്നുമില്ല. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇനി ഉൾപ്രദേശങ്ങളിലേക്കാണോ കൃഷി എന്നറിയില്ല. നമ്മളിപ്പോ സൂററ്റ് മെയിൻ സിറ്റി ആണല്ലോ. സൂററ്റും വന്ന് പിന്നെ ഈ വഴി അല്ലേ നമ്മൾ വന്നുള്ളൂ. ഇനിയിപ്പം വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും കൃഷിയൊക്കെ ഉള്ളത്, അറിയില്ല. ഇപ്പൊ നമ്മളൊരു ടൗണിൽ വന്ന് കയറിയിട്ട് ഇവിടെ നല്ല തിരക്കാതെ ആൾക്കാരെ ഇടക്കൂടെയൊക്കെ ഇങ്ങനെ ബൈക്കുകാരും ഒക്കെ ക്രോസ് ചെയ്തു. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ, കറുത്ത ബിൽഡിംഗ്. കറുത്ത പെയിന്റ് അടിച്ചതാണോ അതോ പെയിന്റ് അടിച്ചതാണെന്ന് തോന്നുന്നു. വേറെ പെയിന്റാന്ന് തോന്നുന്നു. ഭയങ്കര വലിയ ബമ്പാട്ടോ. എത്ര നേരം വേണം ഒരു ചെറുകെ ഇറക്കിയില്ലെങ്കിൽ ഒരു പേടി അടി കേട്ടോ. ഒന്ന് തട്ടിയോണം. വലിയതായിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് കണ്ടോ ഇവിടുത്തെ ഓട്ടോയുടെ പുറകെ സൽമാൻ ഖാനും ഐശ്വര്യ റായി. ആ ടൗൺ കഴിഞ്ഞ കേട്ടോ. ആ ടൗൺ അത്ര ചെറിയൊരു ടൗൺ. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഒരു ബിൽഡിങ്, എന്തോ പഴയ സ്കൂളാന്തോ. നല്ല രസമുണ്ട് ആ ബിൽഡിങ്. ഇപ്പുറത്തെ സൈഡിൽ കൂടെ സ്കൂട്ടറുകാര്, അപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി കൊണ്ട് അവര് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഇവര് പശുവിനെയൊക്കെ ക്രോസ് ചെയ്തു. ഇതൊരു ചെറിയ ഗ്രാമം പോലെ. അപ്പം വൈകിട്ട് പശുവിനെയൊക്കെ കയറ്റുന്ന സമയമൊക്കെ ആയപ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്തു പോകും. സൈഡിലൊക്കെ ചെറിയ കടകളും ചെറിയ വീടുകളും അങ്ങനത്തെ സ്ഥലം. പാനിപൂരി കട ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളപ്പോ ഒരു പാലമൊക്കെ കേറി പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ എന്താ ട്രെയിൻ പാലമാണോ അതോ ഇതിന്റെ ഈ പഴയ പാലം തന്നെ ആയിരിക്കും? പഴയ പാലമാണെന്ന് തോന്നുന്നു. അത് ഏകദേശം നല്ല പഴക്കത്തിലായി. അയ്യോ റൈറ്റ് സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കണ്ടോ ഇവിടെ സർദാർ സരോവർ ഡാം എന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്, ആ സൈഡിലേക്കാ പോകുന്നത്. ഒരു 30 കിലോമീറ്റർ സ്റ്റാച്യൂലോട്ട് കാണിക്കും. 29. വലിയ കവാടമൊക്കെ ഉണ്ട്. പക്ഷെ വേറെ ഏതോ ഗുജറാത്തിലോ എന്തോ ആണ് എഴുതിയേക്കുന്നത്. ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും. നഗരി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് ഹിന്ദിയിൽ മനസ്സിലാവും. പിന്നെ ഇവർക്ക് വേറെ ഹിന്ദി അല്ലാത്ത ഏതോ ലെറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ആ രാ കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ലെറ്റർ ഏതാണെന്ന് നമ്മൾ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗുജറാത്തിയിലെ മണ്ഡലത്തെ ആ വരയില്ല. ഗുജറാത്തിയിൽ ഇവിടെ എല്ലാം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്, അതിന്റെ നടുക്കൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. കൊച്ചു കൊച്ചു കടകളാ ഇവിടെ, തീരെ കൊച്ചു കൊച്ചു കടകളും കണ്ടോ. ഇവിടെ ഓട്ടോയുടെ പുറകില് പടം, എല്ലാ ഓട്ടോയുടെ പുറകിലും ഉണ്ട് കേട്ടോ പടം. ഒരു പശു കിടപ്പുണ്ട് വഴിയില്, റോഡിന്റെ നടുക്ക്. ചൂലൊക്കെ കേട്ടോ, ചൂല്, പിന്നെ ഡ്രസ് ഒക്കെ ഉണ്ട്. ചട്ടി, ചൂല്, കുടം, മൺകുടം. അവിടെ താമസിക്കുന്നതാണെന്ന് തോന്നുന്നു ഇവര്.
പശുക്കളൊക്കെ ഇവിടെ സൈഡിലൊക്കെ കൊറേ ഉണ്ട്. ഇപ്പൊ നമ്മള് വന്ന എല്ലാ സ്റ്റേറ്റിലും പശുക്കള് റോഡിലുണ്ട്. നമ്മള് കേരളത്തില് മാത്രം തോന്നുന്നു. കേരള അല്ല, തമിഴ്നാട്ടിലും വലുതായിട്ടില്ല. എന്നാലും ഉണ്ടായിരുന്നു തോന്നുന്നു. എന്നാലും ഇങ്ങനെ ഇറങ്ങി നടക്കൊന്നുമില്ല. കർണാടകയിൽ ഒത്തിരി ഉണ്ടായിരുന്നു ഇറങ്ങി നടക്കുന്നത്. അതൊരുപാടുണ്ടായിരുന്നു. ഇവിടെ തുണിയൊക്കെ വിൽക്കുന്നത് കണ്ടോ? കൊറേ കൊച്ചു 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 കടകളൊക്കെ കേട്ടോ. കരിമ്പ് കൃഷി, കുറച്ച് കരിമ്പൻ തോട്ടം പോലൊക്കെ നമ്മള് കണ്ടായിരുന്നു. കണ്ടോ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലം പോലെയാണെന്ന് തോന്നുന്നു. അമ്പലമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊന്നും എഴുത്തൊന്നും ഇംഗ്ലീഷിലൊന്നും ഇല്ലാത്ത നമുക്ക് മനസ്സിലാകത്തില്ല എന്താണ് ഇത്. കണ്ടത് ഇത് വീടാണോ? അത് നോക്കിയാ ലെഫ്റ്റ് സൈഡിൽ കൊച്ചു കൊച്ചു വീടുകള് ചെറിയതാ, കുഞ്ഞത് കണ്ടോ? പശുവൊക്കെ ഇവിടെ റോഡിൽ നിൽക്കുന്നു. അല്ല, അത് കാളയാണോ? പശുവാണ് കാള. ഗുജറാത്ത് പോലീസ് വലിയ ഹമ്പുകളാ ഇങ്ങോട്ടെല്ലാം കേട്ടോ. ഭയങ്കര വലിയ ഹമ്പുകളാ. കണ്ട ഇവിടെ വടാപ്പാവൊക്കെ കിട്ടുന്ന കമ്പിളിയൊക്കെ ഒത്തിരി ഇതിന്റെ കട ഇരിക്കുന്നില്ലേ. ഇവരുടെ ഒരു മെയിൻ ആഹാരമാണെന്ന് തോന്നുന്നു പാനിപൂരി, വടാപ്പാവ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കഴിക്കണം തോന്നുന്നു. നമ്മളിന്ന് രാവിലെ മറ്റേ കടയിലൊക്കെ ചെന്നപ്പോഴും എല്ലാരും രാവിലെ ഇതൊക്കെ വാങ്ങി കഴിക്കുക. പിന്നെ ഈ ഒരു വലിയ ഇതിനെ കണ്ടോ? കാള കണ്ടോ? എന്തോ കണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്. ചെറിയൊരു ടൗൺ ആയത് കേട്ടോ. വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടെ സൈഡിലൊക്കെ. പശുക്കളൊക്കെ കരഞ്ഞു വിളിച്ചിറങ്ങി നടക്കുക. കാളയും ബൈക്കിന്റെ ഷോറൂം ഒക്കെ കണ്ടോ ചെറുത് സൈഡില്. കവാടം പോലെ ഉണ്ട്. എഴുതിയിട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് വലിയ കവാടം വെച്ചിരിക്കുന്ന പോലെ. നമ്മൾ വലിയൊരു റോഡിലേക്ക് വന്ന് കയറി. ഒരു വലിയൊരു ജംഗ്ഷൻ. രണ്ട് സൈഡിലും കൂടെ വണ്ടിയൊക്കെ വരുന്നു. രണ്ട് സൈഡിലൂടെ അവിടത്തുള്ളവർ ഈ സൈഡിൽ കൂടെ ഒക്കെ കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നു. അങ്ങനൊന്നും ഇല്ല കേട്ടോ. വഴി കാണുന്നിടത്തൂടെ ഓടിക്കുക. കണ്ട അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് വരുന്ന ഇവിടുന്നൊക്കെ വരുന്ന നോക്ക്. വലിയ വണ്ടികളൊക്കെ പോലീസിന്റെ വണ്ടികളാണല്ലേ ഈ കേറി വരുന്നത്. പോലീസ് വരെ റോങ് സൈഡിലാ ഇവിടെ വരുന്നത്. അല്ല, അവിടെ റോഡ് പണി നടക്കുക കേട്ടോ. എന്റെ അമ്മ ഇവരെല്ലാം കൂടി ഇതവിടെ പോവാ. വണ്ടി മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്തൊന്നും ആരും ഇല്ല. എന്റെ ട്രാക്ടറിന്റെ ഷോറൂം ലെഫ്റ്റ് സൈഡിൽ.